മാലിന്യ കൂമ്പാരത്തെ ഓണപ്പൊലിമയുടെ സൗന്ദര്യമാക്കി കമ്പല്ലൂരിലെ ജമന്തിപ്പാടം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷത്തെ വരവേൽക്കാൻ കമ്പല്ലൂരിൽ ഒരുക്കിയത് ജമന്തിപ്പാടം. ഉപയോഗശൂന്യമായ വസ്തുക്കൾ തള്ളി മാലിന്യ കേന്ദ്രമാക്കി മാറ്റിയ സ്ഥലത്ത് പൂക്കൃഷിയുടെ സൗന്ദര്യം വിളയിച്ചത് കമ്പല്ലൂരിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ ജിജി പുതിയാമ്പറമ്പിലാണ്. തരിശായ സ്വന്തം സ്ഥലത്ത് രാത്രികാലങ്ങളിൽ മറ്റുള്ളവർ മാലിന്യ വസ്തുക്കൾ തള്ളുന്നത് ഒഴിവാക്കാനാണ് ഇദ്ദേഹം പൂക്കൃഷി ചെയ്തത്. പലതവണ പറഞ്ഞിട്ടും മാലിന്യം ഇടുന്നതിന് ഒരു കുറവുമുണ്ടായില്ല. ഒടുവിൽ മാലിന്യത്തെ തടയാനും തരിശ് സ്ഥലം ഉപയോഗമാക്കാനും തീരുമാനിച്ചപ്പോഴാണ് ഓണക്കാലത്തെ ആഹ്ലാദത്തോടെ വരവേൽക്കാനുള്ള പൂപ്പാടം ഒരുങ്ങിയത്. ഇത് ഒരു തരിശ് സ്ഥലമായിരുന്നു. ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വേസ്റ്റ് കൊണ്ട് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മുടെ പേരിലുള്ള സ്ഥലമാണ്. പലരോടും വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞിട്ടും ആരും സമ്മതിച്ചില്ല. തുടർന്ന് JCB വെച്ച് ഈ പ്രദേശം വളരെ മനോഹരമാക്കി വൃത്തിയാക്കി ഏകദേശം 26,000 രൂപയുടെ അടുത്ത് JCBക്ക് പണിക്കായിട്ട് മാറ്റി. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇഞ്ചി നടണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ഇഞ്ചി വിത്തിന് വില കൂടുതലും ഇത്രയും ഇഞ്ചി വിത്ത് കിട്ടാതെ വരികയും ചെയ്തപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ഇവിടെ ഗ്രാമപഞ്ചായത്ത് ജണ്ടുമല്ലി കൃഷിക്ക് അപേക്ഷ വെക്കുകയും ഏകദേശം 2000-ലധികം ജണ്ടുമല്ലി തൈകൾ ഈ സ്ഥലത്ത് കൊണ്ടുപോയി കൃഷി ചെയ്യുകയും ചെയ്തു. ഇത് പൂ പറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തതല്ല. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു നേരം പോക്കിന് ചെയ്തതാണ്, കാട് കയറാതിരിക്കാൻ വേണ്ടി. ഇതിന് വളം ചെയ്തില്ല, ഇതിന് കീടനാശിനി അടിച്ചില്ല. പ്രതീക്ഷിച്ചതിനപ്പുറം ഈ പൂ വിളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കൃഷിക്ക് സാധ്യതകൾ ഏറെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. വരും കാലഘട്ടങ്ങളിൽ ഇത് നിറയെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 1.5 ഏക്കർ സ്ഥലത്തും പൂത്തോട്ട വെച്ച് പൊടിപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ജമന്തി കൃഷി നടത്തിയതോടെ ഇവിടെ മാലിന്യം കൊണ്ട് തള്ളുന്നത് ഇല്ലതായി എന്ന് മാത്രമല്ല, രാസവളമോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല വിളവെടുപ്പ് ലഭിച്ചു എന്നതിൽ ഏറെ സന്തോഷവാനാണെന്നും നമ്മുടെ നാടൻ പ്രദേശം ഇതുപോലെ കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്നും മുൻ ജനപ്രതിനിധി കൂടിയായ ജിജി പറഞ്ഞു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.